ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ചെറിയ മണ്ടത്തരങ്ങൾ ഒഴിവാക്കിയാൽ മതി. ചിട്ടി നടത്തുന്ന പോലെ അത്ര സിമ്പിളായിട്ട് എന്നാൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നല്ലൊരു റിട്ടേൺസ് വരുന്ന പ്ലാനിലേക്ക് നമുക്ക് ഓരോ 3 വർഷം കൂടുമ്പോൾ ഒരു ലംസം എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ പർപ്പസുകളോ അല്ലെങ്കിൽ നമുക്കൊരു വേറെ എന്തെങ്കിലും ആവശ്യം ഇവിടെ ഒരു 40-45 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഒരു 55-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ ഒരു 60-ാം പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു NRI സ്റ്റാറ്റസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതായത് നമ്മൾ ടോട്ടലി എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ അതിൻ്റെ 130% നമുക്ക് എന്തുണ്ടായിരിക്കുക ഗ്യാരണ്ടീഡ് ആയിട്ട് ഏതൊരു സാധാരണക്കാർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് അറിയാൻ പറ്റുമോ? അതാണ് നമ്മുടെ ചിട്ടി എന്ന് പറയുന്നത്. ഇപ്പോഴും പല ആളുകളും ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഒന്ന് വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു മെത്തേഡാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ആളുകൾ ഇതിൽ കാണുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ? നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒന്നുകിൽ ചിട്ടി വിളിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ലോണായിട്ടോ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പല ഗ്യാരണ്ടി പ്ലാനുകളുടെയും ഏറ്റവും വലിയ ഡ്രോബാക്കും ഇത് തന്നെയാണ്. കാരണം നമ്മളൊരു ഗ്യാരണ്ടി പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 7 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം. ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു ഡിഫർമെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടൈം പീരീഡ് ആയിരിക്കും. മിനിമം ഒരു 2 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 20 വർഷത്തിന് ശേഷമായിരിക്കും ഈ ഒരു ഫണ്ട് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുക. അങ്ങനെ വരുമ്പോൾ പല ആളുകൾക്കും ഇത്രയും ലോങ് പീരീഡിലേക്ക് ഇത് നീട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ആ സമയത്ത് നമുക്കൊരു വലിയൊരു എമൗണ്ട് കിട്ടുമെന്നുള്ള വസ്തുതയാണെങ്കിലും പലർക്കും ഇത്രയും ടൈം പീരീഡ് ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഒരു റിവാർഡ് കിട്ടാതിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ആക്ച്വലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം, എന്നാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫണ്ട് എടുക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള SBI ലൈഫിൻ്റെ ഏറ്റവും പുതിയ ഒരു ഗ്യാരണ്ടീഡ് മണി ബാക്ക് പ്ലാനിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും, കൃത്യമായ ഇടവേളകളിൽ നമുക്ക് റിട്ടേൺസ് കിട്ടിക്കൊണ്ടേയിരിക്കും, അതും ഗ്യാരണ്ടീഡ് ആയിട്ട്. ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞാൽ വെറുതെ വാക്കാലുള്ള ഗ്യാരണ്ടി അല്ല കേട്ടോ. നമ്മുടെ തന്നിരിക്കുന്ന എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ പേഴ്സൻറ്റേജ് അടക്കം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ എമൗണ്ട് കൃത്യമായിട്ട് ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആവും, അതും ടാക്സ് ഫ്രീ ആയിട്ട്. അപ്പോൾ ഈ പ്ലാനിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ പ്ലാനിൻ്റെ പേര് എന്ന് പറയുന്നത് SBI ലൈഫ് ഇൻഷുറൻസിൻ്റെ സ്മാർട്ട് മണി ബാക്ക് പ്ലസ് എന്നാണ്. അപ്പോൾ ഇത് SBI ലൈഫിൻ്റെ അവർ 3ാമത്തെ വേർഷനാണ് മണി ബാക്കിൻ്റെ. അപ്പോൾ ഈ മണി ബാക്ക് വേർഷൻ ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ലോഞ്ചിങ് സമയത്തോട്ട് തന്നെ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡോട് കൂടിയിട്ട് സെല് ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല നടക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് കാലാകാലങ്ങൾ, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു ലംസം എമൗണ്ട് കിട്ടും. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മിനിമം 7 വർഷത്തെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആകെ 7 വർഷം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സമയത്ത് തന്നെ നമുക്ക് 2 പ്രാവശ്യം നമ്മുടെ എമൗണ്ട് നമുക്ക് റിട്ടേൺസ് കിട്ടും. മാത്രമല്ല അതിൻ്റെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് 15 വർഷമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു NRI സ്റ്റാറ്റസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഞാൻ NRI എന്ന് എടുത്ത് പറയാൻ കാര്യം, പല ആളുകളും ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മുടെ പുറം രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും. അവർ ഫണ്ടൊക്കെ ഒന്ന് സെറ്റിലായി ലൈഫൊക്കെ ഒന്ന് സെറ്റിലായിട്ട് വരുന്ന പ്രായം എന്ന് പറയുന്നത് ഈ 40കളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു 10-30 വർഷത്തിൻ്റെ കാലാവധിയിൽ ഒരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിലേക്ക് നമ്മൾ ഫണ്ട് ഇടുകയാണെങ്കിൽ നല്ലത് തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു ടൈം പീരീഡ് കുറച്ച് ഡിലേ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 40-45 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഒരു 55-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ ഒരു 60-ാമത്തെ വയസ്സിലോ ഹാപ്പി ആയിട്ട് നമുക്ക് റിട്ടയർമെൻറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യുന്ന സം അഷ്വേർഡിൻ്റെ 130% നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിട്ടേൺസ് കിട്ടുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ 15 വർഷമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 15-ാമത്തെ വർഷം നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് നമുക്ക് 2 തരത്തിലുള്ള ബോണസും കൂടി അഡീഷണൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ 100% ഗ്യാരണ്ടീഡും ആണ് നമുക്ക്, പ്ലസ് എന്തുണ്ട്, ബോണസും ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ എൻട്രി ഏജ് എന്ന് പറഞ്ഞാൽ ജനിച്ച് 30 ദിവസം പ്രായമായ ഒരാൾക്ക് തൊട്ട് ഇതിൽ എൻട്രി ചെയ്യാൻ പറ്റും. മാക്സിമം എൻട്രി ഏജ് എന്ന് പറഞ്ഞാൽ 55-ാമത്തെ വയസ്സാണ്. അതുപോലെ തന്നെ മാക്സിമം മെച്യൂരിറ്റി പീരീഡ്, അതായത് നമ്മൾ പൈസ ഈ ഒരു പദ്ധതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് നമ്മുടെ പ്രായം ആയിരിക്കേണ്ടത് മിനിമം 18 വയസ്സ്. അതായത് നമുക്ക് പൈസ കിട്ടുന്ന പ്രായം കേട്ടോ, അത് ഇടയ്ക്കുള്ള ഇൻ്റർവെല്ലിൽ കിട്ടുന്ന പൈസയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന പൈസ കിട്ടുന്ന പ്രായം നമുക്ക് 18 വയസ്സായിരിക്കണം മിനിമം. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 70 വയസ്സ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന സം അഷ്വേർഡ് എന്ന് പറയുന്നത് 2 ലക്ഷം തൊട്ട് അൺലിമിറ്റഡ് ആയിട്ട് എത്ര എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. 2 ലക്ഷം എന്ന് പറയുന്നത് നമ്മൾ വർഷം അടയ്ക്കുന്ന ഒരു എമൗണ്ടിനല്ല കേട്ടോ, നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺസ് തരും എന്ന് പറയുന്ന സം അഷ്വേർഡ് ആണ്. ഓക്കെ. അതായത് എത്രയാണോ SBI ലൈഫ് നമുക്ക് ഗ്യാരണ്ടി റിട്ടേൺസ് പറയുന്ന ആ എമൗണ്ടിനെയാണ് സം അഷ്വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു 7 വർഷക്കാലം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പൈസ അടച്ചുകൊണ്ടിരിക്കുന്നു, അതും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലാവധിയിലും കൃത്യമായ ഇടവേളകളിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റിട്ടേൺസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ അടച്ചു കഴിഞ്ഞതിന് ശേഷവും നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? നമ്മുടെ ടേം പീരീഡ് കഴിയുന്നത് വരെ നമുക്ക് റിട്ടേൺസ് ഉണ്ടായിരിക്കും. ടേം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ടേം പീരീഡ് ഞാൻ പറഞ്ഞു 15 വർഷമാണ്. അപ്പോൾ ഈ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ലംസം എമൗണ്ട് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട്
ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഇത് ഏതൊരു സാധാരണക്കാർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഈ പറയുന്നത്. ഇനി ഞാനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു NRI സ്റ്റാറ്റസിലുള്ള വ്യക്തിയാണ്. ഡെയിലി ഒരു 900 രൂപ നിങ്ങൾ മാറ്റി വയ്ക്കാൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിൻ്റെ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സം അഷ്യൂർഡ് എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. ഓക്കെ, 20 ലക്ഷം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ വർഷം അടയ്ക്കേണ്ട തുകയല്ല, തെറ്റിദ്ധരിക്കരുത്. നമുക്ക് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് കിട്ടുന്ന എമൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 7 വർഷത്തെയാണ് നമുക്ക് എന്ത് വരുന്നത്, പേയ്മെൻറ്റ് വരുന്നത്. ഡെയിലി 900 രൂപ മാറ്റി വയ്ക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടാണ് 3 ലക്ഷം രൂപ. ഓക്കെ, ആ 3 ലക്ഷം കിട്ടി. ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. 6ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു എമൗണ്ട് കിട്ടുന്നു. അത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മുടെ പ്രീമിയം അടക്കേണ്ട കാലാവധി 7 വർഷത്തേക്കുള്ളൂ. അപ്പോൾ ഈ 7 വർഷത്തിനുള്ളിൽ നമുക്ക് 4 3 7 ലക്ഷം രൂപ കയ്യിൽ കിട്ടി. ഇനി വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 9ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 4 ലക്ഷം രൂപ കൂടി വീണ്ടും വരുന്നു. ഓക്കെ, ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കും കൃത്യമായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത്. ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു 3 വർഷം, അതായത് 12ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എത്ര കിട്ടുന്നു, 6 ലക്ഷം രൂപ. അപ്പോൾ ഈ കാലാവധിയിലുള്ളിൽ തന്നെ നമുക്കൊരു 18 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടി. അതായത് ആദ്യം നമ്മൾ ചൂസ് ചെയ്ത സം അഷ്യൂർഡിൻ്റെ ഒരു 15%, രണ്ടാമത് ഈ സം അഷ്യൂർഡിൻ്റെ, അതായത് നമ്മളിപ്പോൾ എക്സാമ്പിളിൽ 20 ലക്ഷമാണ് സം അഷ്യൂർഡ് ചൂസ് ചെയ്തത്, അതിൻ്റെ ഒരു 20%, വീണ്ടും നമുക്കൊരു 25%, അടുത്ത് ഒരു 30%. ഇങ്ങനെയാണ് നമുക്കതിൻ്റെ പേയ്മെൻറ്റ് കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മൾ കാലാവധി കംപ്ലീറ്റ് ആകുമ്പോൾ, അതായത് 15ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നത് വീണ്ടും ഒരു 40% കൂടി നമുക്ക് എമൗണ്ട് കയ്യിൽ കിട്ടും. അതായത് നമ്മൾ ടോട്ടലി എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ അതിൻ്റെ 130% നമുക്ക് എന്തുണ്ടായിരിക്കുക, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് 2 ബോണസും കൂടി ഇതിൽ കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റും കൂടിയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ബോണസ് ഗ്യാരണ്ടീഡ് ആയിരിക്കില്ല. ഓക്കെ, പക്ഷേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഇവർ കൊടുത്ത ബോണസ് വെച്ചിട്ട് നമുക്ക് ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബോണസ് നമുക്ക് കിട്ടുന്നത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ ബേസ് ചെയ്തിട്ടല്ല, നമ്മൾ ചൂസ് ചെയ്യുന്ന സം അഷ്യൂർഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് 20 ലക്ഷം രൂപയുടെ സം അഷ്യൂർഡാണ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം SBI ലൈഫ് കൊടുത്തിട്ടുള്ള ബോണസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5.5% സം അഷ്യൂർഡിൻ്റെയാണ് ഈ 5.5% എന്ന് പറയുന്നത്. അതേ ഇൻറ്റു എത്ര വർഷം നമ്മൾ കാലാവധി ചൂസ് ചെയ്തിട്ടുണ്ടോ ആ കാലാവധിക്കാണ് നമുക്ക് ബോണസ് കിട്ടുക. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. 20 ലക്ഷത്തിന് നമുക്കിപ്പോൾ ഒരു ആവറേജിന് വേണ്ടി 4% ചൂസ് ചെയ്യാം. 20 ലക്ഷത്തിൻ്റെ 4% ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും, 80,000 രൂപ. ഇത് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മിനിമം 15 വർഷമാണ്. അപ്പോൾ 15 വർഷത്തേക്ക് നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ ബോണസ് എമൗണ്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 80,000 × 15 അപ്പോൾ ടോട്ടൽ 12 ലക്ഷം രൂപ. ഇതായിരിക്കും നമുക്ക് ഒരു ബോണസ് കിട്ടുന്നത്. ഇനിയും ബോണസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ ബോണസ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ ബോണസാണ്. അതിൻ്റെ കേസിൽ മുമ്പ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഈ ബോണസ് എമൗണ്ടിൻ്റെ 15 വർഷത്തേക്കാണെങ്കിൽ ബോണസ് എമൗണ്ടിൻ്റെ 40%, അതുപോലെ തന്നെ 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബോണസ് എമൗണ്ടിൻ്റെ 115% കഴിഞ്ഞ വർഷങ്ങളിൽ ടെർമിനൽ ബോണസ്, അതായത് അവസാനം കിട്ടുന്ന ബോണസായിട്ട് ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 20 വർഷമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഓൾറെഡി ബോണസായിട്ട് നമുക്കൊരു 12 അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 115% കൂടി നമുക്ക് ബോണസായി അഡീഷണൽ ടെർമിനൽ ബോണസായിട്ട് കിട്ടാണ്. കാൽക്കുലേഷൻ മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 12 ലക്ഷം നിങ്ങളൊരു എക്സാമ്പിൾ കൂട്ടാം, ഒരു 20 വർഷത്തേക്കാണ് നിങ്ങൾ ടേം പീരീഡ് ചൂസ് ചെയ്തേക്കണമെന്ന് സങ്കല്പിക്കാം. അപ്പോൾ 12 ലക്ഷം രൂപ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ബോണസായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 4% വെച്ചിട്ടാട്ടോ കാൽക്കുലേറ്റ് ചെയ്തേക്കണം. കഴിഞ്ഞ വർഷം 5.5% അനൗൺസ് ചെയ്ത ബോണസ്, നമ്മൾ അതിൻ്റെ ഒരു അത്രയും കൂട്ടിയിട്ടില്ല, 4% വെച്ചിട്ട് നമുക്കൊരു 12 ലക്ഷം രൂപ അഡീഷണൽ ബോണസായിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ വീണ്ടും നമുക്ക് എന്തുണ്ട്, ടെർമിനൽ ബോണസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കൂടി. നമ്മളിപ്പോൾ 20 വർഷത്തേക്ക് ലാസ്റ്റ് ഇയർ നമ്മൾ അനൗൺസ് ചെയ്തേക്കുന്ന എമൗണ്ടിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ 115%. അപ്പോൾ ഇവിടെ നമ്മൾ 115% കൂട്ടുമ്പോൾ നമുക്ക് ഈ ടേം പീരീഡ് എല്ലാം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വീണ്ടും അഡീഷണലി ഒരു 25 ലക്ഷത്തോളം എമൗണ്ട് കയ്യിൽ വരാം. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സം അഷ്യൂർഡ് എത്രയായിരുന്നു, 20 ലക്ഷം. അതായത് ഡെയിലി ഒരു 900 രൂപ മാറ്റി വയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 15 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഏകദേശം ഒരു 50 ലക്ഷത്തിൻ്റെ കോർപ്പസ് എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടാണ് ടോട്ടൽ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ ബെനിഫിറ്റുകൾ എന്തായിരുന്നു, 15 വർഷത്തിൽ ഓരോ 3 വർഷം കൂടുമ്പോൾ ഒരു ലംസം എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ പർപ്പസുകൾ അല്ലെങ്കിൽ നമുക്കൊരു വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഫണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും, ലോൺ എടുക്കാൻ പറ്റും. വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ലോൺസും എടുക്കാൻ പറ്റും. അത് സ്വാഭാവികമായിട്ട് പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാനത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷേ ഈ 3 വർഷം കൂടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതിൻ്റെ 130% ഗ്യാരണ്ടീഡ് ആയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിൽ പ്രിൻറ്റ് ചെയ്ത് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ഇൻ്റർവെല്ലിന് എത്ര എമൗണ്ടാണ് തരുന്നതെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് 2 ബോണസും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് ഇവിടെ പറഞ്ഞത്. ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപയുടെ ഏണിങ്സ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങളൊരു 40കളിലാണ്, ഒരു 40ാമത്തെ വയസ്സിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 55ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടണം.
അപ്പോൾ ഈ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് 55 ലക്ഷം എന്നുള്ളത് അല്ലെങ്കിൽ 50 ലക്ഷം എന്നുള്ളത് 1 കോടിയോ 1.5 കോടിയോ 2 കോടിയോ രൂപയായിട്ട് കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളുടെ ഫിനാൻഷ്യൽസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പ്ലാൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഈ കിട്ടുന്ന എമൗണ്ട് ഒറ്റയടിക്ക് നമുക്ക് മേടിക്കാതെ ആ സമയത്ത് നമുക്ക് പാർട്ടായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ വർക്കൗട്ട് ചെയ്യാം. ഇനി അത് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മുടെ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതൊന്നല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നിങ്ങൾക്കൊരു ചിട്ടി നടത്തുന്ന പോലെ അത്ര സിമ്പിളായിട്ട് എന്നാൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നല്ലൊരു റിട്ടേൺസ് വരുന്ന പ്ലാനിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനുള്ളൊരു മനോഹരമായിട്ടുള്ള ഏറ്റവും അടിപൊളി ഒരു അവസരമാണിത്. ഇത് പരമാവധി മിസ്സാക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരു വർഷം ഒരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കായാലും ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഒരു ഏറ്റവും അടിപൊളി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്, അതും സേഫ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട, ചെറിയ മണ്ടത്തരങ്ങൾ ഒഴിവാക്കിയാൽ മതി. നമുക്ക് മലയാളികൾക്ക് എപ്പോഴും പറ്റുന്നൊരു മണ്ടത്തരമാണ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമുക്ക് ഒട്ടും ലോജിക്കില്ലാത്ത പെട്ടെന്ന് ഇന്ന് പൈസ ഇട്ട് നാളെ ഇരട്ടിയായിട്ട് കിട്ടുമെന്ന് പറയുന്ന പല സ്കീമുകളിലേക്ക് നമ്മൾ കടം മേടിച്ചിട്ട് അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ആ ഒരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് നമ്മുടെ അടുത്ത കുറേ അധികം കാലഘട്ടം നമ്മൾ അതിന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ പൈസ നഷ്ടപ്പെട്ടു പോയ പൈസ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും സേഫാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ട്രസ്റ്റ്ഫുള്ളായിട്ട് ആളുകൾക്ക് പൈസ റിട്ടേൺ കൊടുക്കുന്ന കമ്പനി വഴി നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യാം. നിങ്ങളുടെ ഇൻകം സ്കെയിൽ ഏത് തന്നെ ആയിക്കോട്ടെ, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾ അത്യാവശ്യം ഒരു ഏജ് ഓവർ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേഷനും ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും 1-to-1 കൺസൾട്ടേഷനായിട്ട് ഓരോ വ്യക്തികളുടെ ഇൻകം അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് സെറ്റാക്കി തരാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് ചെയ്യരുത്. നിങ്ങളുടെ ഫിനാൻഷ്യൽസ് പ്ലാൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറങ്ങാൻ. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നല്ല, ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, ഇത് കൂടാതെ തന്നെ നമുക്കിതിൽ ആക്സിഡൻറ്റ് ബെനിഫിറ്റുകൾ, ഡെത്ത് ബെനിഫിറ്റുകൾ, ഡിസബിലിറ്റി ബെനിഫിറ്റുകൾ ഇതെല്ലാം നമുക്കിതിൽ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അതിനൊന്നും കാര്യമായിട്ട് പ്രീമിയത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നുമില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനൊരു പ്ലാനിനെ കുറിച്ച് നിങ്ങളിലേക്ക് അറിയിക്കുക, നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ പ്ലാനുകൾ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഒരു സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അന്വേഷിച്ച് പലപ്പോഴും പ്രത്യേകിച്ച് ഈ ഗൾഫ് കൺട്രീസിലുള്ള ആളുകൾ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്ലാൻ എന്നുള്ളതിന് ജസ്റ്റ് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കറക്റ്റ് സമ്മഷ്യൂർഡ്, നിങ്ങൾക്ക് പറ്റുന്ന പ്രീമിയം എമൗണ്ടും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.